വളരെ അടുത്ത് എന്നാൽ ഏറെ ദൂരത്തിൽ. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇറാൻ അമേരിക്ക കരാറിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാം. അമേരിക്ക അവരുടെ നിബന്ധനകൾ ഇറാന് മേൽ അടിച്ചേൽപ്പിക്കാനാണ് യുദ്ധം തന്നെ തുടങ്ങിയത്. ചർച്ചകൾ നടന്ന് കരാറിൽ എത്താറായപ്പോഴാണ് ഇറാനെ ആക്രമിച്ച് തുടങ്ങിയത് എന്നതും ശ്രദ്ധേയം. യുദ്ധം കൊടുമ്പിരി കൊണ്ട സമയത്തും മുഴങ്ങിക്കേട്ട വാക്ക് ചർച്ച എന്നത് തന്നെ. 40 ദിവസം ഇറാനെ അമേരിക്കയും ഇസ്രയേലും ആക്രമിച്ചു. ഇറാന്റെ തിരിച്ചടി ഇസ്രയേലിലും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കുമായിരുന്നു. അമേരിക്ക ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതും ചർച്ചകൾ നടക്കുന്നു എന്ന പേരിലാണ്. പിന്നീട് ഇങ്ങോട്ട് ചർച്ച, ഭീഷണി എന്നീ വാക്കുകൾ മാത്രമായി. ചർച്ച ഫലവത്താകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ നിബന്ധനകൾക്ക് വഴങ്ങില്ല എന്ന് ഇറാനും പറഞ്ഞുകൊണ്ടേയിരുന്നു. വന്ന് ചർച്ച എന്ന വാക്ക് തന്നെ വിരസത ഉണ്ടാക്കുന്നതായി മാറി. ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു കരാറിലേക്ക് ഏറ്റവും അടുത്തെത്തിയത് കഴിഞ്ഞ ദിവസമാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം 30 ദിവസത്തിനുള്ളിൽ യുദ്ധത്തിന്റെ മുൻപുള്ള സ്ഥിതിയിലേക്ക് തിരിച്ചെത്തുമെന്ന് ഇറാന്റെ വാർത്താ ഏജൻസിയായ തസ്നിം ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തതാണ് സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾക്ക് ആധികാരികത നൽകിയത്. ഇറാന്റെ മരവിപ്പിച്ച വിദേശ ഫണ്ടുകളിൽ ഒരു ഭാഗം വിട്ടുകൊടുക്കാനും കരാറിൽ നിർദ്ദേശമുണ്ട് എന്നും തസ്നിം ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം 3ാം രാജ്യത്തിന് കൈമാറാൻ ഇറാൻ സമ്മതിച്ചതായും റിപ്പോർട്ടുകൾ വന്നു. 60% പരിശുദ്ധിയിൽ സമ്പുഷ്ടീകരിച്ച 440.9 കിലോഗ്രാം യുറേനിയത്തിന്റെ ഒരു ഭാഗം മറ്റു രാസവസ്തുക്കൾ ചേർത്ത് നേർപ്പിക്കാനാണ് സാധ്യത എന്നാണ് ഇറാൻ US ചർച്ചകളുടെ വിശദാംശങ്ങളെ കുറിച്ച് അറിവുള്ള കേന്ദ്രങ്ങൾ വാർത്താ ഏജൻസിയായ AP-യോട് പറഞ്ഞത്. ബാക്കി വിദേശ രാജ്യത്തിന് കൈമാറും. ഇറാനുമായി സൗഹൃദമുള്ള റഷ്യയിലേക്കായിരിക്കും ഇത് മാറ്റുക എന്നാണ് വിവരം. ഇറാന്റെ സമ്പുഷ്ട യുറേനിയം ഏറ്റെടുത്ത് സൂക്ഷിക്കാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വാഗ്ദാനവും ചെയ്തിരുന്നു. ഹോർമൂസ് തുറക്കാമെന്ന് ഇറാൻ നിലപാടെടുത്തുവെന്നും പക്ഷേ ഹോർമൂസിലെ കപ്പൽ ഗതാഗതത്തിന്റെ നിയന്ത്രണം ഇറാന് തന്നെയായിരിക്കുമെന്നും വാർത്തകൾ വന്നതാണ്. ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് ചുങ്കം ഏർപ്പെടുത്തില്ല എന്ന് ഇറാൻ സമ്മതിച്ചതായും സൂചനയുണ്ട്. ഇറാന് മേൽ വീണ്ടും ഒരു ആക്രമണം ഉണ്ടാവില്ല എന്നും കരട് ധാരണാപത്രത്തിൽ വ്യവസ്ഥയുള്ളതാണ്. പകരം ഹോർമൂസ് കടലിടുക്കിന് പുറത്തെ നാവിക ഉപരോധം അമേരിക്ക ഒഴിവാക്കും. സാമ്പത്തിക ഉപരോധം ഭാഗികമായി ഒഴിവാക്കി ഇറാന് മറ്റ് രാജ്യങ്ങൾക്ക് എണ്ണ വിൽക്കാൻ അനുവാദം നൽകും എന്നൊക്കെ വാർത്തകൾ വന്നു. ശുഭപ്രതീക്ഷയിൽ ആഗോള എണ്ണവില കുറഞ്ഞു. വിപണികൾ ഉണർന്നു. ആഗോള എണ്ണവിലയുടെ പ്രധാന മാനദണ്ഡമായ ബ്രന്റ് ക്രൂഡിന്റെ വില ഇന്നലെ ഏകദേശം 5% ഇടിഞ്ഞതാണ്. നയതന്ത്ര ചർച്ചകളിലെ തീരുമാനങ്ങൾ അംഗീകരിക്കണമെന്ന് ഇറാൻ പ്രസിഡന്റ് ജനങ്ങളോട് ആഹ്വാനം ചെയ്തതും ആഗോള ഓഹരി വിപണിക്ക് ഉണർവായി. എല്ലാ തീരുമാനങ്ങളും പരമോന്നത നേതാവും സുപ്രീം കൗൺസിലും അംഗീകരിച്ചതാണ് എന്നും കൂടി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞതോടെ എല്ലാം ശുഭമാകുമെന്ന പ്രതീതിയിൽ തന്നെയായിരുന്നു ലോകം. ചർച്ചകളിലെ പുരോഗതിയെ സ്വാഗതം ചെയ്ത യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും അടക്കം രംഗത്തെത്തുകയും ചെയ്തു. സമാധാന കരാർ നിലവിൽ വന്നാൽ ഉടൻ ഹോർമൂസ് കടലിടുക്കിലെ മൈനുകൾ നീക്കം ചെയ്യാൻ ബ്രിട്ടീഷ് നാവികസേന സജ്ജമായി. കരാർ പ്രാബല്യത്തിലായാൽ 100 കണക്കിന് നാവികരുമായി ജിബ്രാൾട്ടർ തീരത്ത് നങ്കൂരം വിട്ടിരിക്കുന്ന RFA, ലൈംബെ, HMS ഡ്രാഗൺ എന്നിവയും മറ്റു കപ്പലുകളും ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിൽ ഹോർമൂസിലേക്ക് തിരിക്കുമെന്ന് നാവികസേന പറഞ്ഞിരുന്നു. സമാധാന ചർച്ചകൾ നടക്കുന്നത് ടെലഫോണിലൂടെയാണ്. ചർച്ചകളിൽ അമേരിക്ക, ഇറാൻ, പാകിസ്ഥാൻ എന്നിവർക്ക് പുറമെ നേരിട്ടല്ല എങ്കിലും സൗദി, ഖത്തർ, UAE, ജോർദാൻ, തുർക്കി, ഈജിപ്ത് എന്നീ രാജ്യങ്ങളും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ പിന്നാലെ പതിവ് പോലെ കരാർ നടന്നേക്കില്ല എന്ന വാർത്തയും വന്നു. നിലവിലെ ചർച്ചകളിൽ ഇറാന് കൂടുതൽ മുൻതൂക്കം ലഭിക്കുന്നുണ്ട് എന്ന ഡെമോക്രാറ്റിക് വിഭാഗത്തിന്റെ വിമർശനത്തെ തുടർന്നാണ് ട്രംപിന്റെ നിലപാട് മാറ്റമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. പുറമെ ലെബനൻ വെടിനിർത്തലും മരവിപ്പിച്ച സ്വത്തുക്കളുടെ കൈമാറ്റവും ധാരണാപത്രത്തിൽ ഉൾപ്പെടുത്താൻ അമേരിക്ക വിസമ്മതിച്ചുവെന്നും സൂചനയുണ്ട്. പുതിയ ഭേദഗതികൾ അംഗീകരിക്കില്ല എന്ന് ഇറാനും പറഞ്ഞതോടെയാണ് കരാർ രൂപീകരിക്കുന്നതിൽ വീണ്ടും പ്രതിസന്ധി രൂക്ഷമായത്. നേരത്തെ ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും അഭിപ്രായപ്പെട്ടിരുന്നു. ഇന്ത്യ സന്ദർശനത്തിനിടെ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് റൂബിയോ ഇക്കാര്യം വ്യക്തമാക്കിയത്. മണിക്കൂറുകൾക്കകം നല്ല വാർത്ത ഉണ്ടാകുമെന്നായിരുന്നു റൂബിയോ പറഞ്ഞത്. പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അന്തരീക്ഷം മാറി. കരാറിൽ നിന്ന് അകന്നു ഇരുവിഭാഗവും. അപ്പോഴും ഹോർമൂസ് കടലിടുക്ക് തുറന്നേക്കുമെന്ന പ്രതീക്ഷ പക്ഷേ ലോകരാജ്യങ്ങൾ കൈവിട്ടില്ല. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതുൾപ്പെടെയുള്ള നിബന്ധനകളോടെ ഒരു കരാർ ഏകദേശം തയ്യാറായി കഴിഞ്ഞു എന്ന് ട്രംപ് പ്രഖ്യാപിച്ചതാണ് ഈ പ്രതീക്ഷയ്ക്ക് കാരണം.
ഇന്ധന നീക്കം മാത്രമല്ല, ഹോർമൂസിലെ നിയന്ത്രണങ്ങൾ ദുർബലപ്പെടുത്തുന്നത് കടലിനടിയിലെ ഇന്റർനെറ്റ് കേബിളുകളെ കൂടിയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കടലിനടിയിലെ ഫൈബർ ഒപ്റ്റിക്കൽ ഇന്റർനെറ്റ് കേബിളുകൾക്ക് ട്രാൻസിറ്റ് ഫീസ് അഥവാ ടോൾ ഈടാക്കാൻ ഇറാന് പദ്ധതിയുള്ളതായി വാർത്തകൾ വന്നിരുന്നു. ഇതുവഴി വലിയൊരു വരുമാന സ്രോതസ് കണ്ടെത്താനും ഒപ്പം ശത്രുക്കൾക്കെതിരെ ഡിജിറ്റൽ രംഗത്ത് കൂടുതൽ സമ്മർദ്ദം ചെലുത്താനും ഇറാൻ ശ്രമിക്കുമെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ലോകത്തിലെ 99% ഇന്റർനെറ്റ് ട്രാഫിക്കും സമുദ്രത്തിന്റെ അടിത്തട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള ഫൈബർ ഒപ്റ്റിക് കേബിളുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഗൂഗിൾ സെർച്ച് എഞ്ചിനുകളിൽ നാം തിരയുന്ന ഏറ്റവും ചെറിയ വിവരം മുതൽ വാട്സാപ്പും സ്റ്റോക്ക് ട്രേഡുകളും ക്ലൗഡ് കമ്പ്യൂട്ടിംഗും സെർവർ മെയിന്റനൻസും വരെ കടലിനടിയിലൂടെയുള്ള ഈ കേബിളുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഹോർമൂസ് സമുദ്രമേഖലയിലെ സമുദ്രത്തിനടിയിലുള്ള കേബിളുകളാണ് ലോകത്തിലെ ഡിജിറ്റൽ ട്രാഫിക്കിന്റെ ഭൂരിഭാഗവും വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ കേബിളുകൾക്ക് മേലുള്ള നിയന്ത്രണം ഇന്റർനെറ്റ് വിതരണത്തെ ബാധിക്കും. ആഗോള ഡിജിറ്റൽ ചോക്ക് പോയിന്റ് ആയി മാറും ഹോർമൂസ് കടലിടുക്ക്. യൂറോപ്പ്, ഏഷ്യ, ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള ഇന്റർനെറ്റ് ഡാറ്റ, ഫിനാൻഷ്യൽ ഇടപാടുകൾ, ക്ലൗഡ് സേവനങ്ങൾ എന്നിവ കൈമാറ്റം ചെയ്യുന്ന 7 പ്രധാനപ്പെട്ട സബ്മറൈൻ ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ ഈ വഴി കടന്നു പോകുന്നുണ്ട്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഡാറ്റ, സാമ്പത്തിക ഇടപാടുകൾ, AI വർക്ക് ലോഡുകൾ, ഗൂഗിൾ, മെറ്റ പ്ലാറ്റ്ഫോംസ്, ആമസോൺ, മൈക്രോസോഫ്റ്റ് പോലുള്ള കമ്പനികളുമായുള്ള ഡാറ്റ കൈമാറ്റം വരെ ഈ മേഖലയിലൂടെയാണ് നടക്കുന്നത്. ഇന്റർനെറ്റ് കേബിളുകൾക്ക് മേൽ ഫീസ് ഏർപ്പെടുത്തുമെന്ന് ഇറാനിയൻ മിലിറ്ററി വക്താവ് ഇബ്രാഹിം സോൾഫഗാരി നേരത്തെ അറിയിച്ചിരുന്നതാണ്. ഇറാന് പുറമെ കേബിൾ ഓപ്പറേറ്റർമാർക്ക് പെർമിറ്റ്, ലൈസൻസി ഫീസ്, മെയിന്റനൻസ് അല്ലെങ്കിൽ റിപ്പയർ അവകാശം ഇറാനിയൻ സ്ഥാപനങ്ങൾക്ക് മാത്രമാകും. ഗൂഗിൾ, മെറ്റ, മൈക്രോസോഫ്റ്റ്, ആമസോൺ തുടങ്ങിയ ടെക് ഭീമന്മാർ ഇറാനിയൻ നിയമങ്ങൾക്ക് വിധേയരാകേണ്ടി വരും. ഇറാന്റെ നിയമം പാലിക്കാത്തവർക്കെതിരെ ഇന്റർനെറ്റ് തടസ്സപ്പെടുത്തുമെന്ന ഭീഷണി തുടങ്ങിയവയാണ് ഈ നീക്കത്തിലൂടെ മറ്റ് രാജ്യങ്ങൾ നേരിടേണ്ടി വരിക. ഫീസ് പ്രാബല്യത്തിൽ വരുന്നതോടെ ഇറാന് 10 മുതൽ 15 ബില്യൺ വരെ വരുമാനം പ്രതീക്ഷിക്കാമെന്നാണ് ഇറാൻ കണക്കാക്കുന്നത്. ഈ ഫീസ് വേണ്ടെന്ന് വെക്കുമോ, ഫീസ് നാമമാത്രമാകുമോ എന്നതൊന്നും കരാറിലോ ചർച്ചകളിലോ ഉയരുന്നില്ല. ഇറാനുമായി അധികം വൈകാതെ മികച്ച കരാർ ഉണ്ടാക്കുമെന്ന് ട്രംപ് വീണ്ടും പറയുന്നുണ്ട്. കരാർ ധൃതി പിടിച്ച് പൂർത്തിയാക്കരുത് എന്ന് ട്രംപ് ഇറാനുമായി ചർച്ചകൾ നടത്തുന്ന പ്രതിനിധി സംഘത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം. ഇരുപക്ഷവും ആവശ്യത്തിന് സമയമെടുത്ത് കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം. യാതൊരുവിധ പിഴവുകളും സംഭവിക്കാൻ പാടില്ല എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ചർച്ചകളിൽ ഇറാന് കൂടുതൽ മുൻതൂക്കം ലഭിക്കുന്നുണ്ട് എന്ന ഡെമോക്രാറ്റുകളുടെ വിമർശനത്തെ തുടർന്നാണ് ട്രംപിന്റെ ഈ നിലപാട് മാറ്റമെന്ന് അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നു. കരാർ ഒപ്പുവെക്കുന്നതുവരെ ഇറാന് മേലുള്ള സാമ്പത്തിക ഉപരോധം തുടരുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ ആണവ ഭീഷണി പൂർണ്ണമായും അവസാനിപ്പിക്കുന്ന രീതിയിൽ മാത്രമേ അവരുമായി ഏതൊരു അന്തിമ കരാറും രൂപീകരിക്കാവൂ എന്ന് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ധാരണയായി എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണശാലകൾ പൂർണ്ണമായി നിർത്തലാക്കുക, നിലവിൽ സമ്പുഷ്ടീകരിച്ച ആണവ സാമഗ്രികൾ ഇറാന്റെ പ്രദേശത്ത് നിന്ന് നീക്കം ചെയ്യുക എന്നിവയാണ് പുതിയ തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് നെതന്യാഹു പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. ഇറാൻ ഒരു കാരണവശാലും ആണവായുധം കൈക്കലാക്കില്ല എന്ന തങ്ങളുടെ നയത്തിൽ മാറ്റമില്ല എന്ന് ഇരുവരും ആവർത്തിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ധാരണാപത്രവും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ഭീഷണികൾക്കെതിരെയും സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിന്റെ അവകാശത്തിന് ട്രംപ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായും നെതന്യാഹു അവകാശപ്പെട്ടിട്ടുണ്ട്.